തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ടൂറിസ്റ്റ് വില്ലേജായ വേളിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഈ കാണുന്നത് വേളി പൊഴിമുഖമാണ്. കടലും കായലും ഒന്നിക്കുന്ന ഒരു മനോഹരമായ ഇടം. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയും കാറ് പാർക്ക് ചെയ്യുന്നതിന് 20 രൂപയുമാണ് ഫീസായി വരുന്നത്. എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ആവുന്നത്. സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ ഇവിടെ പലപ്പോഴായി നടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്രയും മനോഹരമാണ് ഈ പ്ലേസ്. ഞങ്ങൾ അവിടെ കയറുന്നതിന് മുന്നേ തന്നെ ഫുഡ് വാങ്ങിച്ചിരുന്നു. ഫുഡ് കൊണ്ടുപോകുന്നതിന് ഫുഡ് അലക്ഷ്യമായി വലിച്ചെറിയാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഫുഡ് റാപ്പ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളിത് പുറമേ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ ഫുഡാണ്. മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ മാക്സിമം പാക്ക് ചെയ്ത് വാങ്ങിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ നോക്കുക. ചൂട് കട്ടനും മട്ടൻ ബിരിയാണി സൂപ്പറാണ്. മീറ്റൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിലും ചൂട് പോയപ്പോൾ ടേസ്റ്റ് കുറഞ്ഞതുപോലൊരു ഫീല്. പുറമേ നിന്നുള്ള ഫുഡ് അവിടെ കൊണ്ടുപോകാനുള്ള അനുമതി ഉണ്ടെങ്കിലും അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഞങ്ങളവിടെ കണ്ടിരുന്നു അലക്ഷ്യമായ വേസ്റ്റ് വലിച്ചെറിയൽ. അവിടെയായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും തരംതിരിച്ച് അതിനകത്ത് ഇടാൻ ശ്രമിക്കുക. ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഇത് ക്രോസ് ചെയ്ത് അടുത്തതായി പോകുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. പാർക്കും പൊഴിമുഖവും അവിടെയാണ്. ഐസ്ക്രീം കടകളും ചായക്കടയും കളിപ്പാട്ട കടകളും ചില ചെറു ഗെയിംസ് നടത്തുന്നവരും അവിടെയാണുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചെറുതായിട്ട് ആടി ഉലയുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. ചെറിയൊരു ബാലൻസിൻ്റെ ആവശ്യം ഉണ്ട്. കായലിനകത്തേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. ഞങ്ങൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ട് വരികയായിരുന്നു ചെയ്തത്. നല്ല ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എയർക്രാഫ്റ്റാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിരുന്ന ഈ എയർക്രാഫ്റ്റ് ഇവിടെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം 1977 ഡീകമ്മീഷൻ ചെയ്തത് 2009 ഇന്ന് 2024 നിൽക്കുമ്പോൾ 1977 ആ ഒരു ടെക്നോളജിയെക്കുറിച്ച് കൗതുകം തോന്നുകയാണ്. അവിടെ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് കുതിര സവാരിക്കുള്ള ഇടം. ഒരു റൗണ്ട് ചുറ്റി വരാനായിട്ട് 150 രൂപയാണ് ഞങ്ങൾക്കായിട്ടുള്ളത്. കുഞ്ഞിനെയും കംഫർട്ടബിളായിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. യാത്ര നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ടാവണം വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുതിരസവാരി. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാം. കുഞ്ഞു കുട്ടികൾക്കുള്ള റൈഡുകൾ അവിടെയാണുള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സമീപത്ത് തന്നെ ഒരു പൊഴിമുഖത്തിലേക്കുള്ളൊരു എൻട്രി ഉണ്ടായിരുന്നു. സഞ്ചാരികൾ അവിടെ പോയി കുളിക്കുന്നതും കളിക്കുന്നതും ഞാൻ മുന്നേ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് സഞ്ചാരികളെ കടത്തി വിടുന്നില്ല. തിരയുടെ ശക്തി കാരണം കംപ്ലീറ്റ് ആയിട്ട് അവിടെ എല്ലാം നശിച്ചു പോയിരിക്കുന്നു. എൻട്രൻസിനോട് ചേർന്ന പ്ലേ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വേളിയുടെ മറ്റൊരു ആകർഷണം ബോട്ടിംഗ് ആണ്. ഞങ്ങൾ പോയതിൻ്റെ അന്ന് ആരും ബോട്ട് സർവീസ് ഉപയോഗിക്കുന്നത് കണ്ടിരുന്നില്ല. ബോട്ട് സർവീസിൻ്റെ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സഞ്ചാരികളുടെ ദൗർലഭ്യം കൊണ്ടാകാം സർവീസ് ഒന്നും നടന്നില്ല. ടോയ് ട്രെയിൻ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടോയ് ട്രെയിൻ നിറയുന്നതിനനുസരിച്ച് സർവീസ് അവിടെ ഉണ്ടാകും. വേളി പാർക്ക് മൊത്തമായി ചുറ്റിക്കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ മുന്നേ സർവീസ് എടുത്തിരുന്നു, ഇന്ന് എടുക്കുന്നില്ല. ധാരാളം പ്രതിമകളും പച്ചപ്പ് നിറഞ്ഞ ഒരിടം തന്നെയാണ് വേളി. വളരെ കാമും ക്വയറ്റുമായിട്ടുള്ള പ്ലേസാണ്. ആസ്വാദ്യകരമായിട്ടൊരിടം. നമുക്ക് എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനും പറ്റിയൊരിടമാണ് വേളി. ഒത്തിരി രൂപങ്ങളും ശില്പങ്ങളുമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാനായി കുഞ്ഞിരാമനാണ്
ഈ രൂപങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ചെറു ഗെയിംസൊക്കെ സംഘടിപ്പിക്കുന്ന മൈതാനമാണ്. പണ്ട് കേരളീയം നടന്നപ്പോൾ ഒരു വേദി കൂടിയായിരുന്നു വേളി. 1-2 വിജനമായ പ്ലേസുകൾ എനിക്കിവിടെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ വിജനതയിലോട്ടൊന്നും സഞ്ചാരികൾ പോകുന്നത് വളരെ നല്ലതല്ല. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റികളുടെ ചെക്കിംഗ് അവിടെ ഉണ്ടായിരുന്നു. കുറേ അധികം കാഴ്ചകൾ ഇന്ന് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എയർ ബേസ് ഇവിടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്ററുകളെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വിമാനത്താവളവും ഇതിനടുത്തായതുകൊണ്ട് ഏകദേശം 10-20ഓളം വിമാനങ്ങൾ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ കണ്ടായിരുന്നു. റിലാക്സായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വേളി എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. വേളിയിൽ അവിടെയായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അലക്ഷ്യമായി പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഫുഡ് വേസ്റ്റുകളും എറിയരുത്. അലക്ഷ്യമായി 1-2 സ്ഥലങ്ങളിൽ വേസ്റ്റുകൾ എറിയുന്നത് ഞാൻ കണ്ടായിരുന്നു. സോ റെസ്പോൺസിബിളായിട്ട് നമുക്കിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പരിപാലിച്ച് പോരാം. അപ്പോൾ ഈ മനോഹരമായ പ്ലേസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.